ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നപ്പോൾ ഒരു സൺഡേ ആണ്. ഞങ്ങൾ 3 പേരും കൂടെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഞങ്ങൾ കറങ്ങിയതാണെന്ന്. പക്ഷെ അല്ല കേട്ടോ, ഒരു സ്ഥലം വരെ പോവാണ് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളാണ്. ഇതാണ് ഞങ്ങളുടെ ജംഗ്ഷൻ. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്നൊക്കെ വീഡിയോയുടെ വഴിയേ മനസ്സിലാവും എവിടെയാണ് പോകുന്നതെന്നൊക്കെ കേട്ടോ. അപ്പം സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ ഉണ്ടാവും തിരക്കൊന്നുമില്ല. നമ്മുടെ ആ സ്ഥലത്ത് ആളേ ഇല്ല എന്നുള്ളതാണ് സത്യം. പൊതുവേ ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ശാന്തസുന്ദരമായി കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ അതാ നമ്മൾ കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി തന്നെ അപ്പൂസ് നല്ല ഉറക്കമായിരുന്നു. കാരണം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഫൈനലി ഞങ്ങൾ കുന്നിക്കോട് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തിനാ വന്നതെന്ന് ഇപ്പം മനസ്സിലാവും. ആലോട്ടെങ്ങനെ വില ആലോട്ടെങ്ങനെ വില 10 ഞാലിപ്പൂ. ഞങ്ങളൊക്കെ കുറച്ച് വാഴവിത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ ഞങ്ങൾ വാഴവിത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. പലതരം വാഴവിത്തുകൾ അച്ഛൻ എന്താ അവിടെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിച്ച വസ്തു ഉണ്ടല്ലോ, അവിടെ കുറച്ച് നിരപ്പായ സ്ഥലമുണ്ട്, അവിടെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നതുകൊണ്ട് ഇന്ന് തന്നെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ കൂട്ടം നല്ല ഉറക്കമാണ് ഇപ്പോഴും. ഞങ്ങൾ വാഴവിത്ത് വാങ്ങാൻ ഇറങ്ങിയെങ്കിലും പ്രത്യേകിച്ച് കവറോ ചാക്കോ ഒന്നും എടുക്കാതായിരുന്നു പോരുന്നത്. പിന്നെ അവിടെ ഒരു പച്ചക്കറി കട ഉണ്ടായിരുന്നു, അവിടെ പോയി അച്ഛൻ ചാക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വാങ്ങിച്ചിട്ടുള്ള വാഴവിത്തൊക്കെ എടുത്ത് പറക്കി വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, അതെവിടെയാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അതെവിടെയാണ് പോകുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മൾ വാഴവിത്തൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 10-11 വാഴവിത്തോളം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള വാഴവിത്താണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ അവിടുന്ന് സാധനം വാങ്ങിച്ചിട്ട് ഇപ്പം നമ്മൾ പോകുന്നത് നേരെ വീട്ടിലോട്ടാണ്. വീട്ടിൽ വന്നിട്ട് അപ്പൂസ് നല്ല ഉറക്കമല്ലേ, അങ്ങനെ ഉറങ്ങുന്നത് കൊണ്ട് എന്നാൽ പിന്നെ അവനെ അവിടെ കടത്തി ഉറക്കിയേക്കാന്ന് വിചാരിച്ച് നേരെ വീട്ടിലോട്ടാണ് പോരുന്നത്. എന്നിട്ട് മമ്മിയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോയേക്കാണ്. പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ നേരെ ഇപ്പോൾ വീട്ടിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. അപ്പുക്കുട്ടനെ ഞാൻ കട്ടിലേക്ക് കൊണ്ട് കടത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ അടുക്കളയിൽ വന്നു. അടുക്കളയിൽ വന്നിട്ട് ഒരു ചായ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ അടുക്കളയിൽ വന്നു. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചായ ഒന്ന് ചങ്ങിയിടുവാണേ. അങ്ങനെ പാലൊക്കെ എടുത്ത് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അച്ഛനോട് കാര്യം പറയാൻ വേണ്ടിയിട്ട് സിറ്റൗട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേന് ചായ തിളച്ചവിടെ കടുപ്പമായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ചായയൊക്കെ ഒഴിച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ. പപ്പയ്ക്കും മമ്മിക്കും ഉള്ളത് അടച്ച് മാറ്റി വെക്കുകയാണ്. കാരണം അവർ രണ്ടുപേരും ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇടില്ലായിരുന്നു. മമ്മി പ്രാർത്ഥനയ്ക്ക് വരുന്നത്, പപ്പ എവിടെയോ പുറത്തെവിടെയോ പോരുന്നതാണ് കേട്ടോ. പിന്നെ അച്ഛനുള്ള ചായ ഞാൻ എടുത്തുകൊണ്ട് അച്ഛൻ്റെ കയ്യിലോട്ട് കൊണ്ടു കൊടുക്കുകയാണ്. സാധാരണ ഞാൻ ചായ കൂടി ഭയങ്കരമായിട്ട് കുറച്ചതാണ്. പക്ഷേ ഇപ്പം എല്ലാവർക്കും കൂടെ ചായ ഇടുവാണെങ്കിൽ എനിക്ക് കുറച്ച് കുടിക്കാൻ തോന്നും. അങ്ങനെ ആകുമ്പോഴൊക്കെ ഞാൻ ഇത്തിരി എടുത്ത് കുടിക്കും, അതേ ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ചായയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് അമ്മച്ചി അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. പിന്നെ അമ്മച്ചിയോടും കാര്യം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മമ്മി പ്രാർത്ഥന കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മൾ കഴുകിയിട്ട തുണികളൊക്കെ ആണെങ്കിൽ അവിടെ ഉണങ്ങി കിടപ്പുണ്ട്, അത് പോയി എടുക്കുകയാണ് കേട്ടോ. 2 ദിവസം കൊണ്ട് ഇപ്പം നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ കഴുകിയിട്ട തുണി നേരെ വെയിലത്തോട്ട് തന്നെ ഇട്ട്. നമുക്ക് മുറ്റം കുറവായിട്ട് തോന്നും, നമ്മൾ അവിടെ ഒരു അഴ കെട്ടിയിട്ട് അവിടെയാണ് തുണി കൊണ്ടിടുക, അല്ലെങ്കിൽ വീടിൻ്റെ മണ്ടയ്ക്കോട്ടിടുക. അത്രയേ ഉള്ളൂ നമുക്ക് സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം. അപ്പോൾ ഞാൻ ഉണങ്ങിയ തുണികളൊക്കെ ഇങ്ങ് പറക്കി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. കൊതുക് ഞങ്ങളെ കടിച്ചു പറിക്കുന്നതുകൊണ്ട് എന്നാൽ പിന്നെ അതിനെ ഓടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുകയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഞാൻ ഇതിൽ ഫെയിൽ ആവാറാണ് പതിവ്. പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യത്തിന് പുകഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പുകയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനൊക്കെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് മമ്മി വന്നത്. അന്നേരം അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയാവാൻ ഒന്നുമില്ലായിരുന്നു, ജസ്റ്റ്
ഞങ്ങൾ വേറൊരു സ്ഥലം വരെ പോവുകയാണേ. അല്ല പോയത്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പോയത് കേട്ടോ. എന്ത് രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്, ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അവിടെ മലയിലോട്ട് ഇങ്ങനെ നിരത്തി അങ്ങോട്ട് വെച്ചേക്കുന്നതാണ്. എന്ത് രസമാണ്. ഇപ്പോൾ ഒരുമാതിരി എല്ലാ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോഴും ഈ ഒരു കൃഷി നമ്മളിപ്പോൾ കാണാതുണ്ട്. കൈതച്ചക്കത്തോട്ടമാണ് കേട്ടോ, എവിടെ നോക്കിയാലും അതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഫാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വരെ പോവാണ്. കുറച്ച് മുട്ട കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് പോവാണ്. മുട്ട എന്തിനാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് ഒരവസരത്തിൽ അത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുട്ട കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങിയേക്കുവാണേ. അച്ഛൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മുടെ അടുത്ത് ഇതുപോലെ ഫാം ഉണ്ടെന്നും നമ്മൾ ടി വിക്കകത്തോ ഫോണിലോ അങ്ങോട്ട് തോന്നുന്നു കണ്ടത്. അങ്ങനെ നമുക്ക് ഒന്ന് ജസ്റ്റ് പോയി കാണുകയും ചെയ്യാം, മുട്ട ഉണ്ടെങ്കിൽ വാങ്ങിയും വരാമെന്ന് വിചാരിച്ച് വന്നതാണ്. പശുവുണ്ട്, പന്നിയുണ്ട്, പിന്നെ ആടുണ്ട്, കോഴിയുണ്ട്. ഇത്രയേ ഉള്ളൂ അവിടെ. നമ്മൾ ആ വീഡിയോക്കകത്ത് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര വലുതാണെന്ന്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ഇതെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ രസമുണ്ടായിരുന്നു. നമുക്ക് വെറുതെ അവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അവിടുന്ന് മുട്ടയൊക്കെ വാങ്ങിയിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. കഴിഞ്ഞ ഞായറാഴ്ച ഇതൊക്കെയാണ് നടന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള വ്ളോഗുകളൊക്കെ ഇഷ്ടമാണെന്ന് അറിയാം, അതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.